നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ നടന്നൊരു കാര്യം ഞാനൊരു വേദിയിൽ പറഞ്ഞതാണ്, ഈ വേദിയിൽ ഒന്നുകൂടെ പറയണം. ഈ മേഖലയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യം, ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ മുന്നിൽ വന്നു. അവർക്ക് വീടില്ല. അവരുടെ മകൻ 6 വർഷത്തോളം കോമാ സ്റ്റേജിൽ കിടന്നു. 6 വർഷം ചികിത്സിച്ചു. അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന ആളെ 6 വർഷം ചികിത്സിച്ചു. അവർക്ക് ആ ചികിത്സയ്ക്ക് ശേഷം മകൻ നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്കായി പണം ചെലവാക്കി. വീടില്ല. എന്നോട് വന്ന് ഇങ്ങനെ ആവലാതികൾ പറയുന്നു. എൻ്റെ പുറകെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോ അവർ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് വീടില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ഇച്ചിരി സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എവിടെയെന്നെങ്കിലും എനിക്ക് പരിചയമുള്ള ആരെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് കുറച്ച് പണം സമാഹരിച്ച് നിങ്ങൾക്ക് ഞാനൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇവര് ഒന്ന് ദുഃഖത്തിലോട്ട് പോയി. കാരണം ഇവർക്ക് സ്ഥലമില്ല. സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഞാനും ഇവരും ഒരു 2-3 സെക്കൻഡ് മുഖത്തോട് മുഖം ഇനി എന്ത് ചെയ്യും എന്ന് കരുതി നോക്കിയിരുന്നപ്പോൾ ഇതിന് ബാക്കിലായി. ഇവര് കഴിഞ്ഞ് അടുത്ത് തന്നെ കാണാൻ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു, ഇവർക്ക് സ്ഥലമില്ലെങ്കിൽ ഇവർക്കൊരു 3 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കാം എന്നൊരൊറ്റ പറച്ചിലാണ്. പെട്ടെന്ന് ഈ 2 കുടുംബത്തിനും ഇവർക്ക് അത്ഭുതമായി പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഓഫീസിൽ ഒരു ആവശ്യത്തിന് വരുന്നു, ഒരാവശ്യം പറയുന്നു, അപ്പൊ തന്നെ ബാക്കിൽ നിൽക്കുന്ന അയാൾ എന്നെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ മോന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ സന്തോഷത്തിന് ഇവർക്ക് 3 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. ആ കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ കല്യാണം വിളിക്കാൻ വന്നത് മണ്ണാർക്കാടുകാരനാണ്. ഇത് ഈ ഇരിക്കുന്ന ആളാണ്. പുള്ളിനെ അന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. റിട്ടയർഡ് അധ്യാപകനാണ് ബാബു മാഷ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മട്ടത്തൊട്ടുവാ, ഇവിടം വരുന്നുവാ. ഇങ്ങനെയാണ് അത് കൊടുക്കാന്ന് പറഞ്ഞത്. അവര് കണ്ടു. നല്ലൊരു മനസ്സിനുടമയാണ്. അദ്ദേഹത്തിനൊരു കൈഡി കൊടുക്കുക. താങ്ക് യു. അപ്പോ ആര് വരും രക്ഷിക്കാൻ എന്ന് ചോദിക്കുമ്പം ഒരു ഇന്ത്യ ടുഡേ എടുത്ത് കവർ കാണിച്ചിട്ട് ലാലേട്ടൻ പറയുന്നതാ, ഞാൻ വിളിച്ചാൽ നന്ദഗോപാൽമാരാര് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഒരാവശ്യം വന്നപ്പോ വിളിച്ചാൽ വരാൻ ഒരാളുണ്ട്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സുഹൃത്ത് സഹപ്രവർത്തകൻ, ക്ഷണം സ്വീകരിച്ചപ്പോൾ എത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ബേസിൽ ജോസഫ്, ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാലയങ്ങളുടെ എല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം മനസ്സിൽ കണ്ട് അതിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പൈസയും സമയവും മാറ്റിവെച്ച് പൊതുപ്രവർത്തനത്തിനും അല്ലാതെയും നിൽക്കുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ഷംസുക്ക പറഞ്ഞു, മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ അതിഥിയാണ്, ഇവിടെ ഞാൻ ആതിഥേയനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്ക് വന്നിട്ട് അതിഥിയാണെന്ന് പറയുന്നത് എനിക്കും ഒരു ഇത്തിരി സങ്കടമുള്ള കാര്യമാണ്. നമ്മളൊക്കെ തൊട്ട അയലോക്കം അല്ലേ, നമ്മൾ അങ്ങനെ അതിഥിയായിട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനും ആതിഥേയനായിട്ട് തന്നെ എന്നെ അങ്ങോട്ട് കൂട്ടുകയാണ്. കാരണം എന്നെ ഇവിടുന്നൊക്കെ ഒരുപാട് പേര് പാലക്കാട് വരെ വന്ന് കല്യാണമൊക്കെ ക്ഷണിക്കണ്ടെന്നേ. എവിടെ കല്യാണം എന്ന് ചോദിക്കുമ്പോൾ മണ്ണാർക്കാടാണ്, ഇന്ന സ്ഥലത്ത് വരുന്ന കല്യാണം. അതുപോലെ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് ഞാൻ വലിയ നന്ദി പറയുന്നു. വലിയ സന്തോഷത്തിലാണ് നിങ്ങൾ എല്ലാവരും. ഇവിടെ മുന്നിൽ നിന്നേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വിജയിച്ചതിന്റെ, സമ്മാനം കിട്ടിയതിന്റെയൊക്കെ വലിയ സന്തോഷവും പ്രതീക്ഷയും കാണാം. സന്തോഷമുള്ള ആളുകളോടൊപ്പം ആയിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് സന്തോഷിക്കുന്ന ആളുകളോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമാകാൻ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ കൂടി ക്ഷണിച്ചതിന് ഞാൻ അദ്ദേഹത്തോടുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഹൃദയപൂർവ്വം നന്ദി. വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ പല വകുപ്പുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ലോങ് ടേം പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാവുന്നത് കുട്ടികളുടെ ഭാവി, ആ ഭാവിയിലെ കുട്ടികളാണ് അപ്പുറത്തെ ഭാവിയുള്ള അടുത്ത തലമുറയെ നിശ്ചയിക്കുന്നതും വളർത്തുന്നതുമെല്ലാം. അങ്ങനെ ചിന്തിച്ചാൽ വളരെ ദീർഘവീക്ഷണം ആവശ്യമുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം, ഒരു ബാല്യകാലം മുഴുവൻ നമ്മൾ മാറ്റിവെക്കുന്നത് ഈ ഒരു വകുപ്പിന് കീഴിലാണെന്ന് ഏകദേശം നമുക്ക് പറയാം. അത്രയും പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്. അത് മണ്ണാർക്കാടിന് സ്വന്തമായിരിക്കുന്നു.
നമ്മുടെ ഏറ്റവും നല്ല ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയായി മാറാനും വിദ്യാർത്ഥികൾക്ക് അത് ഉപകരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഷംസുഖനെ പറ്റി ഇവിടെ നിങ്ങളോട് ഞാൻ വന്ന് എന്തെങ്കിലും പറഞ്ഞു തരിക എന്ന് പറയുന്ന ഒരു അക്രമം ഞാൻ കാണിക്കേണ്ടതില്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നേക്കാൾ മുമ്പ് അറിയാവുന്നവരാണ് നിങ്ങൾ, പരസ്പരം സംവേദിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള ബേസിൽ ജോസഫ്, അദ്ദേഹത്തെ പറ്റി രണ്ടുപേരി പറയാതെ വയ്യ. ഇങ്ങനെ ഈ നരസിംഹം സിനിമയൊക്കെ കാണുമ്പം ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് നരസിംഹം സിനിമയില് ആര് വരും രക്ഷിക്കാൻ എന്ന് ചോദിക്കുമ്പം ഒരു ഇന്ത്യ ടുഡേ എടുത്ത് കവർ കാണിച്ചിട്ട് ലാലേട്ടൻ പറയുന്നതാ, ഞാൻ വിളിച്ചാൽ നന്ദഗോപാൽമാരാര് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഒരാവശ്യം വന്നപ്പോ വിളിച്ചാൽ വരാൻ ഒരാളുണ്ട് എന്നുള്ള ധൈര്യത്തിലുള്ള ഒരാളാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടൻ. അദ്ദേഹം, ഞാൻ പല ആളുകളുടെയും കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അവരുടെ പെരുമാറ്റം കണ്ടിട്ടാണ്, ബിഹേവിയർ കണ്ടിട്ടാണ്. ആളുകളുടെ സ്വഭാവത്തിൽ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് സ്വഭാവം, മറ്റൊന്ന് പെരുമാറ്റം. ബിഹേവിയർ പെരുമാറ്റമാണ്, സ്വഭാവം സ്വന്തം ഭാവമാണ്, ക്യാരക്ടറാണ്. അപ്പൊ പെരുമാറ്റം നമ്മൾ പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലവനായിട്ടൊക്കെ കുറെ നേരം നിൽക്കാൻ പറ്റും, വിനയമുള്ള ആളായിട്ട് അഭിനയിക്കാൻ പറ്റും, ഒക്കെ പറ്റും. പക്ഷെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു ചാടും. എത്ര സൂക്ഷിച്ചു വെച്ചാലും ഒരാളുടെ ക്യാരക്ടർ പുറത്തു ചാടും. ഞാൻ ബേസിൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹം സംവിധാനമായി മലയാളം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരു കുഞ്ഞ് സിനിമ ചെയ്ത കാലത്ത് നിന്നും അദ്ദേഹം വലിയ മിന്നൽ മുരളി പോലെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത് മലയാളത്തിലെ വിലപിടിപ്പുള്ള ഹീറോകളിൽ ഒരാളായി മാറി സൂപ്പർ ഹിറ്റായ സിനിമകളിൽ അഭിനയിച്ച ശേഷം ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത്, വലിയ താമസിയാതെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റാറിന്റെ ഏറ്റവും വലിയൊരു സിനിമ, ഒരു 600 കോടി രൂപ ബഡ്ജറ്റൊക്കെ വരാവുന്ന ഒരു പടം വേണമെങ്കിൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. അത് ഉടനെ വരും, അത്രയും വളർച്ചയിലിരിക്കുന്നു. ഞാൻ ഈ കരിയർ ഗ്രാഫ് പറഞ്ഞത്, ഈ കരിയറിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഏതെങ്കിലും അവാർഡ് നൈറ്റിന്റെ വേദിക്ക് ബാക്കിൽ നിന്നോ പൊതുപരിപാടിയിൽ നിന്നോ ഒക്കെ ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട്. അന്നും ഇന്നും സിനിമ അല്ലെങ്കിൽ സിനിമയുടെ ലക്ഷറി എന്നൊക്കെ പറയുന്ന അതിന്റെ തലക്കെട്ടിന് കീഴേ വരുന്ന ആലഭാരങ്ങൾ ഒന്നും തലയിൽ ചുമക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ അന്നും ഇന്നും ഒരുപോലെ പെരുമാറ്റം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ബേസിൽ ജോസഫ്. അനാവശ്യമായ ഗൗരവങ്ങളോ അല്ലെങ്കിൽ ഒരു സംവിധായകനാണ് എന്നതിന് മട്ടമൊന്നും കാണിക്കാതെ ഉറക്കെ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ഒരു സാധാരണത്വം നിലനിർത്തുന്ന ഒരു നല്ല അഭിനേതാവ്, നല്ല സംവിധായകൻ, നല്ല എഴുത്തുകാരൻ, സർവോപരി നല്ല വ്യക്തി. അങ്ങനെ ഒരാളെയാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് കിട്ടിയത് എന്നത് നമുക്ക് അഭിമാനിക്കാം. ഇനി സിനിമാക്കാരൻ മാത്രമല്ല, നല്ല മാർക്കോടെ പാസ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ ആണ് ബേസിൽ ജോസഫ് എന്ന് കൂടെ ഈ അവസരത്തിൽ പറയണം. അദ്ദേഹം പഠനം കുറച്ചുകൂടെയൊക്കെ കൈയടി ആവാട്ടോ, നമ്മളിത് വെറുതെ കാര്യമാണോ? അപ്പോ അദ്ദേഹം അത്രയും പഠിക്കുന്ന സമയത്ത് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു. അവിടുന്ന് പാഷൻ തോന്നി സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ ഫുൾ ഫോക്കസ്ഡ് ആയി ആ കരിയറിൽ എത്ര ഉയരങ്ങളിലേക്ക് പോകാമോ അത്രയും ഉയരങ്ങളിലേക്ക് അവിടെ എത്തുന്നു. അങ്ങനെയുള്ള ഒരാളാണ് നമുക്കിന്ന് എത്തിയിട്ടുള്ളത്. അദ്ദേഹം നിങ്ങളോട് വഴിയെ സംസാരിക്കും. അപ്പോ ഞാൻ സിനിമാ മേഖല മാറി ഇങ്ങോട്ട് വന്നപ്പോൾ, ഞാൻ ഈയിടെ ഒരിടത്ത് പ്രസംഗിച്ചതാണ്, ഇവിടെ ഇപ്പോ ഈ വേദിയിൽ അത് പറയുന്നതിന് അത്രയും ആപ്റ്റായി മറ്റൊരു സ്ഥലം കിട്ടുമോ എന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ അത് പറയുന്നത്. സിനിമയൊക്കെ എഴുതുമ്പം ഞങ്ങള് പല സീനുകൾ എഴുതുമ്പം അതിന്റെ ലോജിക്, ഈ ലോജിക്കിനപ്പുറം ഈ സിനിമ ആളുകൾ വിശ്വസിക്കുമോ? രണ്ട് ചോദ്യങ്ങളാണ്. ഈ സീൻ ആളുകൾ വിശ്വസിക്കുമോ? നമ്മുടെ ആളുകൾ ഇപ്പം സ്വഭാവമൊക്കെ ആളുകൾക്ക് ഒരുപാട് മാറി. ഒരാൾ നമ്മളോട് ഒരുപാട് നന്നായിട്ട് പെരുമാറിയാൽ ഇവൻ എന്തിനാണ് എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്, അപ്പൊ ഇവൻ എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പെരുമാറുന്നതിനെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു സിനിമയിൽ ഒരു നായകൻ 10 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സീൻ വിശ്വസിക്കുന്ന അത്ര പോലും ഒരാൾ 10 പേർക്ക് ഊണ് മേടിച്ചു കൊടുക്കുന്ന സീൻ നമ്മുടെ സിനിമയിൽ നിന്ന് എഴുതാൻ പറ്റില്ല. ആൾക്കാർ പിന്നെ ഊണ് മേടിച്ചു കൊടുക്കുമല്ലേ, നടക്കുമല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തി. അവിടെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ നടന്നൊരു കാര്യം ഞാനൊരു വേദിയിൽ പറഞ്ഞതാണ്, ഈ വേദിയിൽ ഒന്നുകൂടെ പറയണം. ഈ മേഖലയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യം, ഓഫീസിൽ രാവിലെ തൊട്ട് 70-നും 100-നും ഇടയിൽ ആളുകൾ വരും. പല പല ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. വ്യക്തിപരമായ ആവശ്യങ്ങൾ, പൊതു ആവശ്യങ്ങൾ, സങ്കടങ്ങൾ, ആവലാതികൾ, പരാധീനതകൾ, സന്തോഷങ്ങൾ, ഇതെല്ലാമായിട്ട് നമ്മുടെ മുന്നിൽ ആളുകൾ വരും. അപ്പോ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ മുന്നിൽ വന്നു. അവർക്ക് വീടില്ല. അവരുടെ മകൻ 6 വർഷത്തോളം കോമാ സ്റ്റേജിൽ കിടന്നു. 6 വർഷം ചികിത്സിച്ചു. അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന ആളെ 6 വർഷം ചികിത്സിച്ചു. അവർക്ക്
ആ ചികിത്സയ്ക്ക് ശേഷം മകൻ നഷ്ടപ്പെട്ടു, ചികിത്സയ്ക്കായി പണം ചെലവാക്കി, വീടില്ല. എന്നോട് വന്ന് ഇങ്ങനെ ആവലാതികൾ പറയുന്നു. അതിന്റെ പുറകെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോ അവര് വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് വീടില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? ഇച്ചിരി സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് എവിടെയെന്നെങ്കിലും എനിക്ക് പരിചയമുള്ള ആരെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് കുറച്ച് പണം സമാഹരിച്ച് നിങ്ങൾക്ക് ഞാനൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഇവര് ഒന്ന് ദുഃഖത്തിലോട്ട് പോയി. കാരണം ഇവർക്ക് സ്ഥലമില്ല, സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഞാനും ഇവരും ഒരു 2-3 സെക്കൻഡ് മുഖത്തോട് മുഖം ഇനി എന്ത് ചെയ്യും എന്ന് കരുതി നോക്കിയിരുന്നപ്പോൾ ഇതിന് ബാക്കിലായി. ഇവര് കഴിഞ്ഞ അടുത്ത് തന്നെ കാണാൻ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു, ഇവർക്ക് സ്ഥലമില്ലെങ്കിൽ ഇവർക്കൊരു 3 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കാം എന്നൊരൊറ്റ പറച്ചിലാണ്. പെട്ടെന്ന് ഈ 2 കുടുംബത്തിനും ഇവർക്ക് അത്ഭുതമായി പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഓഫീസിൽ ഒരു ആവശ്യത്തിന് വരുന്നു, ഒരാവശ്യം പറയുന്നു, അപ്പൊ തന്നെ ബാക്കിൽ നിൽക്കുന്ന ഒരാള്, അയാൾ എന്നെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ, എന്റെ മോന്റെ കല്യാണമാണ്, ആ കല്യാണത്തിന്റെ സന്തോഷത്തിന് ഇവർക്ക് 3 സെന്റ് സ്ഥലം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. ആ കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ കല്യാണം വിളിക്കാൻ വന്നത് മണ്ണാർക്കാടുകാരനാണ്. ഇത് ഈ ഇരിക്കുന്ന ആളാണ്. പുള്ളിനെ അന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. റിട്ടയർഡ് അധ്യാപകനാണ് ബാബു മാഷ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മട്ടത്തൊട്ടുവാ, ഇവിടം വരുന്നുവാ. ഇങ്ങേരാണ് അത് കൊടുക്കാന്ന് പറഞ്ഞത്. അവര് കണ്ടു, നല്ലൊരു മനസ്സിനുടമയാണ്. അദ്ദേഹത്തിനൊരു കൈഡി കൊടുക്കുക. താങ്ക് യു. അപ്പോ ചില കാര്യങ്ങൾ നടക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. അപ്പോ ചിലരുടെ ആഗ്രഹങ്ങൾ, ചില ആവശ്യങ്ങളൊക്കെ പ്രകൃതി ചില സന്ദർഭങ്ങളിൽ ഏറ്റെടുക്കുകയും നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഇയാൾക്ക് പാലക്കാട് MLA എന്നെ കല്യാണം വിളിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ കല്യാണത്തിന് വരിക എന്നതിനേക്കാളും അവർക്കൊരു വീട് കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ ആ സമയത്തിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും നാളെകളിൽ മന്ത്രി പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഈ വലിയ വിജയത്തിന് ചിലപ്പോൾ ഇപ്പൊ SSLCക്കൊക്കെ മേടിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ട്രോഫികളായി കിട്ടുന്നത്. മാധ്യമങ്ങൾ കൊടുക്കും, കടക്കാർ കൊടുക്കും, റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കും, എല്ലാവരും കൊടുത്ത് ഞങ്ങളൊന്ന് 10 പാസ്സായതിന്റെ പേരിൽ എത്ര ട്രോഫിയാണ് കിട്ടുന്നതെന്നൊന്നും വിചാരിക്കരുത്. ഇത് പാസ്സായതിന് കിട്ടുന്നതാണെന്ന് വിചാരിക്കേണ്ട. അതിനു മുമ്പ് നിങ്ങൾ 10 കൊല്ലം എടുത്ത അധ്വാനത്തിന് കിട്ടുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മൂല്യം ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി വിജയിച്ച എല്ലാവരെയും, ഇന്ന് തുടങ്ങിയ ഫ്ലെയിം പദ്ധതിക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഇതിന്റെ അണിയറയിൽ ഇതിന്റെ സംഘാടനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ വാക്കുകളാൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.